വധശിക്ഷയിൽ നിന്ന് മോചിതനാകാൻ റഹീമിന് വേണ്ടി ദിയാധനം കൈമാറാൻ ഒരുക്കമാണെന്ന് ഇന്ത്യൻ എംബസി സൗദി കുടുംബത്തിന്റെ അഭിഭാഷകനെ അറിയിച്ചു. ഇന്ത്യൻ എംബസി വഴിയാണ് പണം കൈമാറുക. പെരുന്നാൾ അവധി കഴിഞ്ഞ് കോടതി മറ്റന്നാൾ തുറക്കുന്നതോടെ മോചനത്തിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കമാകും. കൊല്ലപ്പെട്ട അനസി അൽ ഷഹരിയുടെ കുടുംബം ആവശ്യപ്പെട്ട ദിയാധനം തയ്യാറായതായി ഇന്ത്യൻ എംബസി അഭിഭാഷകൻ മുഖേനയാണ് സൗദി കുടുംബത്തിന്റെ അഭിഭാഷകനെ അറിയിച്ചത്. പെരുന്നാൾ അവധി കഴിഞ്ഞ് മറ്റന്നാൾ ഓഫീസ് തുറക്കുന്നതോടെ ദിയാപണം തയ്യാറായ വിവരം ഇരുവിഭാഗത്തിന്റെയും അറ്റോർണിമാർ കോടതിയെ അറിയിക്കും. ഇത് എംബസി അനസ് ഷഹരിയുടെ അറ്റോർണിക്ക് ലെറ്റർ കൊടുക്കുകയും അനസ് ഷഹരിയുടെ അറ്റോർണിയും അതേപോലെ തന്നെ അബ്ദുറഹീമിന്റെ അറ്റോർണിയും ജോയിന്റ്ലി കോർട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. കേസിൽ ഇടപെട്ടത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനായ യൂസുഫ് കാക്കഞ്ചേരിയാണ്. ബേജാറാവേണ്ട, ബാക്കി കാര്യങ്ങൾ വളരെ ചടുലമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഇനി ബേജാറാവേണ്ട, ഇനി ധൈര്യമായിട്ട് ഇരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയുള്ള ദിവസങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും, ഇതിൻ്റെ ഫണ്ട് കൊടുക്കുന്ന മുഴുവൻ ജനങ്ങളും, എനിക്ക് വേണ്ടി 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ 3 ഉറുപ്പ്യ കൊടുക്കുന്ന മുഴുവൻ ആളുകളും അവർക്ക് വേണ്ടി രാപ്പകലില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ. 34 കോടിയിലേറെ രൂപയാണ് റഹീമിനായി പൊതുസമൂഹത്തിൽ നിന്നും ശേഖരിച്ചത്. ഇന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ട് വഴി ഇന്ത്യൻ എംബസിയിലേക്ക് ഈ പണം എത്തിക്കാനാണ് ശ്രമം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.